إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا إمامنا قاضي عياض رضي الله عنه تقي الدين محمد الدارمي القادري رضي الله عنه أستاذ الأساتذة وجميع أساتذتنا ومشايخنا خصوصا سيدنا وشيخنا علوي بن أستاذ رضي الله عنه ساداتنا الذين ماتوا في هذا الشهر رضي الله عنه. والفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وفي حديث آخر أخبرنا رسول الله صلى الله عليه وسلم عن صفته في التوراة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മൗലിദ് പറഞ്ഞു. എന്നെപ്പറ്റി തൗറാത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർ റസൂലുള്ളാഹി മൗലിദ് ഓതിയില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. എന്താണുള്ളത്? അബ്ദി എന്ന് എന്നെപ്പറ്റി തൗറാത്തിലുണ്ട്. അഹ്മദു എന്നുമുണ്ട് എന്നെപ്പറ്റി തൗറാത്തില്. അൽ മുഖ്താറു എന്നും എന്നെപ്പറ്റിയുണ്ട് തൗറാത്തില്. പിന്നെയും എന്നെപ്പറ്റിയുള്ളത് മൗലിദുഹു ബിമക്ക. ഇങ്ങനെ പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകന്റെ ജന്മദേശം അത് മക്കയാണെന്നും മുഹാജറുഹു ബിൽ മദീന അവിടുന്ന് ഹിജ്റ പോകുന്നത് മദീനയിലാണെന്നും ഖാല അല്ലെങ്കിൽ പറഞ്ഞത് ത്വയ്ബ മുഹാജറുഹു ത്വയ്ബ എന്നാണെന്നും എന്നെ സംബന്ധിച്ചുകൊണ്ട് തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിലുണ്ട് സഹാബത്തെ എന്ന് പറയുന്നതിനർത്ഥം ഉമ്മത്തുഹു വൽ ഹമ്മാദൂന ലില്ലാഹ്. പിന്നെന്താ ഉള്ളത് തൗറാത്തില്? നമ്മളാകുന്ന ഉമ്മത്തിനെ പറ്റിയിട്ട് അൽ ഹമ്മാദൂന ലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ വല്ലാതെ സ്തുതിക്കുന്ന ഉമ്മത്താണ് ആ പ്രവാചകനുള്ളത് എന്നും തൗറാത്തിൽ ഉണ്ട്. മനസ്സിലായോ? നമ്മളെ പറ്റി അഹ്മാദൂനാന്ന് പണ്ടേ പറഞ്ഞേക്കും തൗറാത്തിലൊക്കെ. അപ്പൊ നമ്മളിനി ഒരുപാട് അൽഹംദുലില്ലാ പറയണമെന്നല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മൗലിദ് തന്നെ ഉണ്ടാക്കി. ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദ്. ഒരു മഹാൻ ഓരോരുണ്ടാക്കിയ മൗലിദാണ് ജഅല മുഹമ്മദ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദ്. അങ്ങനെയാണ് ആശിഖീങ്ങൾ. മനസ്സിലായോ? وقال الله سبحانه وتعالى പറയുന്നു الذين يتبعون الرسول النبي الأمي എന്ന് പറയുന്ന രണ്ട് ആയത്തിനായ നിലയിൽ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. الذين يتبعون الرسول റസൂലിനെ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞു. റസൂൽ എന്ന വിശേഷണം കൊടുത്തതിന് ഇമാം റാസി എല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ ഏതായത്തിന്റെ തഫ്സീറാണ് ഇമാം റാസി പറഞ്ഞത്? ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ. റസൂൽ എന്ന കൊടുത്തത് ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് റസൂലാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആൾക്കാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. നാം അത് മനസ്സിലാക്കുന്ന നല്ലതാണ്. ഫഖദ് ഖാല എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് തങ്ങൾ അവരോട് വളരെ മയമുള്ള ആളായിത്തീരുന്നു. അല്ലായ അപ്പൊ എന്തായി?
മഹാനായ ഇമാം സമർഖന്ദി പറയുകയാണ്, ഖാല സമർഖന്ദിയു ദക്കറഹുമുല്ലാഹു തആല, അല്ലാഹു ഓർമ്മപ്പെടുത്തി കൊടുത്തു ജനങ്ങൾക്ക്, മിന്നത്തഹു, അല്ലാഹു ചെയ്ത വലിയ ഗുണത്തിനെ സംബന്ധിച്ചുകൊണ്ട്. എന്താണ്? അന്നഹു, പടച്ച തമ്പുരാൻ, ജഅല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുത്തെ റസൂലിനെ അല്ലാഹു തആല ആക്കി, റഹീമൻ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കരുണ ചെയ്യുന്നവരാക്കി എന്ന് അല്ലാഹു വളരെ മിന്നത്തെടുത്ത് പറയുകയാണ്, ഗുണമെടുത്ത് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് നമ്മളോട് റസൂലുള്ളാഹിനെ നമ്മക്ക് റഹ്മത്താക്കി തന്നു എന്ന്. റഹീമൻ ബിൽ മുഅ്മിനീന റഊഫൻ ലയ്യിനൽ ജാനിബി, ഏത് ഭാഗം നോക്കിയാലും അവിടുന്ന് ഉമ്മത്തിനോട് വളരെ കരുണയുള്ളവരും വളരെ മയം ചെയ്യുന്നവരുമാണ്. ഫലൗകാന ഫദ്ലൻ, അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും കടുകട്ടി സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, സംസാരത്തിൽ ഖശിനൻ, വെറുപ്പുള്ളവരായിരുന്നു എങ്കിൽ, ലതഫറഖൂ മിൻ ഹൗലിഹി, ജനങ്ങളെല്ലാം അവിടുന്ന് ചുറ്റുഭാഗത്ത് നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു. വലാകിൻ, എങ്കിലും, ജഅലഹുല്ലാഹു സുബ്ഹാനഹു ജല്ല വഅസ്സ വഅല, അല്ലാഹു ആ പ്രവാചകനെ ആക്കി തന്നു, സംഹൻ സഹലൻ തൽഖൻ ബർറൻ ലതീഫാ, വളരെ മയമുള്ള ആളാക്കി തന്നു, വളരെ ഗുണം ചെയ്യുന്ന ആളാക്കി തന്നു, എല്ലാ വിഷയവും നമുക്ക് എളുപ്പമാക്കി തന്നു പ്രവാചകൻ. സഹലൻ, സംഹൻ, വളരെ വിശാലതയുള്ള മനസ്കനാക്കി അല്ലാഹു തആല തന്നു. തൽഖൻ, നല്ല മുഖപ്രസന്നതയുള്ള ആളാക്കി തന്നു നമുക്ക്. ലത്തീഫൻ, ഹക്കദാ, ഇപ്രകാരമാണ് ഖാലഹുല്ലാഹ് പറഞ്ഞത്. മുഹാജറുഹു ബിൽ മദീന, മദീന ഫഈലത്തു വസില, മദീനത്ത് പട്ടണമെന്നേ അർത്ഥമുള്ളൂ. പിന്നെ ആ പേര് വാലിബായി, മദീനത്തുർ റസൂലിന്റെ മേൽ. മദായിൻ, ഫവാഇൽ വസലായിട്ടും മദായിനായിട്ടൊക്കെ പറയുന്നുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വകാനത്ത് ഹിജ്റ വാജിബത്തൻ ഖബ്ല ഫത്ഹി മക്ക, മക്ക ഫത്ഹാവുന്നതിന് മുമ്പ് ഹിജ്റ വാജിബായിരുന്നു. വലിൽ മുസ്ലിമീന, അന്ന് മുസ്ലിമീങ്ങൾക്ക് ഹിജ്റത്താനി, ഒന്നിലിൽ ഹബിഷ, മറ്റൊന്ന് മദീന ശരീഫിലേക്ക്. ഗാലിബുൽ അംബിയായി അലൈഹിസ്സലാത്തു വസ്സലാം, അമ്പിയാക്കന്മാരിൽ നിന്നും വളരെ ബഹുഭൂരിപക്ഷം അമ്പിയാക്കന്മാരും വഖഅലഹും അൽ ഹിജ്റത്ത്, അവർക്ക് സ്വദേശം വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. ലിഅദാവത്തിന്നാസിലഹും, ജനങ്ങൾ അവരോട് ശത്രുത വെച്ചതിനു വേണ്ടി. ഫകാന ഇസ്മുൽ മദീന യസ്രിബ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വെറുത്തുകൊണ്ട് പിന്നെ ത്വയ്ബ എന്ന് പേരിട്ടതാണ് എന്നൊക്കെ. ത്വയ്ബത്ത് ബിഫത്ഹി ത്വാഇ, ത്വയ്യിബ് ത്വയ്യിബ് ത്വയ്ബ ത്വയ്യിബ്, ത്വയ്യിബിന്റെ മുഅന്നസാണ് ത്വയ്ബത്ത്. ലുഗത്തുൻ ഫി ത്വയ്ബി ബിമഅന റായിഹത്തി ത്വയ്യിബ, നല്ല വാസന, പരിമളമുള്ളതെന്ന്. ത്വാബത്ത് വൽമുറാദു അന്നഹാ മുത്തഹറത്തുൻ മിന ശിർക്കി വൽ ഖബായിസ്, ശിർക്കിനെ തൊട്ടും വൃത്തികേടുകളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട നാട്, ശുദ്ധമാക്കപ്പെട്ട നാട് എന്നാണ് ത്വയ്ബ എന്ന് പറഞ്ഞാലുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഹമ്മാദൂന ലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽ കസീറൂന അൽ ഹംദി, അൽ ഹമ്മാദൂന ലില്ലാഹ്, അല്ലാഹുവിനെ മാത്രം സ്തുതിക്കുന്നവർ.
المبالغون في حمده سبحانه جل وعز وعلا تبعا لنبيهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദൂനാണല്ലോ, ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആൾ. ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആളാകുമ്പം ആ ആളിന്റെ ഉമ്മത്തും എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ സ്തുതിക്കണം. അതാണ് തബഅൻ ലിനബിയിഹിം അഹ്മദ്. ഫകമാ അന്നഹു അഹ്മദുൽ ഖൽഖി ഫഹും അഹ്മദുൽ ഉമമി അലാ കുല്ലി ഹാൽ ശർറാഇ ഐ ശർറാഇ വദ്ദറാ, എല്ലാ അവസരത്തിലും, വിഷമമുള്ളപ്പോഴും വിഷമമില്ലാത്തപ്പോഴും എല്ലാം, എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉമ്മത്ത് അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട് എന്ന്. പിന്നെയും തൗറാത്തിൽ നമ്മളെ സംബന്ധിച്ചുകൊണ്ട്, ഉമ്മത്തിനെ സംബന്ധിച്ചുകൊണ്ട് മഹാനായ ഹമ്മാദ് ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ കഅബിൻ അന്നഹു ഖാല വജദ്തു ഫി തൗറാത്തി സിയാദത്തൻ അലാ ഹാദാ, ഇതിനേക്കാൾ സായിദയായിട്ട് ഞാൻ തൗറാത്തിൽ എത്തിച്ചിട്ടുണ്ട്. വഹിയ യുവദ്ദിഊന അത്റാഫഹും വയത്തസറൂന അലാ അൻസാഫിഹിം, അവർ ഒതുകൊടുക്കുന്നവരാണ്, അവരുടെ കൈകാലുകളും മുഖവും കഴുകുന്നവരാണ്, അവർ അരമുണ്ടൊടുക്കുന്നവരാണ്. അല അൻസാഫി സാഖിഹിം, അവരുടേതായ തണ്ടങ്കാലിന്റെ മധ്യങ്ങളിലായിട്ട്. ഫീ ഖുലൂബിഹിം മനാജീലുഹും, അവർക്കുള്ള കൽബുകൾ ലംഘുന്നവരാണ്. യുസല്ലൂന സ്വലാത്ത ലിവഖ്തിഹാ, സമയാസമയങ്ങളിൽ അവർ നിസ്കരിക്കുന്നവരാണ്. റുഹ്ബാനും ബില്ലൈൽ, രാത്രിയിൽ അവർ ഇബാദത്തെടുക്കുന്നവരാണ്. അങ്ങനെ കുറെ വിശേഷണങ്ങൾ തൗറാത്തിൽ പറഞ്ഞത് മഹാനായ മുല്ലാ അലി ഖാരി റഹ്മത്തുള്ളാഹി ഇതിന്റെ ഹാമിസിൽ, സിഫായിന്റെ ഹാമിസിൽ കുറെ വിശേഷണം പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാം.